നൈറ്റികളിലും അങ്ങനെ ഒരു ബാച്ചിങ് വരും. പക്ഷേ നൈറ്റികളും ട്രയൽ ഹോപ്പും രണ്ടും രണ്ടാണ്. ദൂരെ നിന്ന് കാണുമ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു സാമ്യം തോന്നുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പിനാക്കിൾ ജീപ്പിൻ്റെ മുട്ടൻ ഷോറൂമിൽ തന്നെയാണ്. സ്ഥലത്ത് ഒരു പ്രീ ഓൺഡ് ജീപ്പ് കോമേഴ്സിൻ്റെ എക്സിബിഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് കഴിഞ്ഞൊക്കെ വീഡിയോസിൽ നിങ്ങൾ ഓരോരുത്തരും കമൻറ്റ് ഇട്ട പോലെ നമുക്ക് ഓരോ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു പോകാനായിട്ട് ശ്രമിക്കുകയാണ്. കാരണം നമുക്ക് ഈ ഒരു മേള കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വാഹനത്തിൻ്റെ ഒരു പാർക്ക് ആൻഡ് സെയിലൊക്കെ വാഹനങ്ങൾ വരും. അപ്പോൾ ഓരോ വാഹനത്തിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അവർ ലേബിൾ ഒട്ടിച്ച് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ വാഹനം കിട്ടുന്ന ഡീറ്റെയിൽസ് അനുസരിച്ച് ഓരോ വാഹനത്തിൻ്റെ വീഡിയോസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓരോരോ വാഹനങ്ങളായിട്ട് നമുക്കിവിടെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അതൊരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. കാരണം കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഡീസലാണോ പെട്രോളാണോ എന്ന് പോലും നമുക്ക് പറയാനായിട്ടുള്ളൊരു സാവകാശം കിട്ടാറില്ല. കാരണം നമ്മൾ പെട്ടെന്ന് എല്ലാ വാഹനങ്ങളും എടുത്തു പിടിച്ച് പറഞ്ഞു പോകുന്നത് അതൊരു നല്ലൊരു പ്രാക്ടീസായിട്ട് എനിക്കും തോന്നിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓരോ വീഡിയോസായിട്ട് നമ്മൾ ഓരോ വാഹനത്തിൻ്റെ ആയിട്ട് നമ്മൾ കാണിച്ചു പോകുന്നത്. അപ്പോൾ എന്തായാലും ഏകദേശം 16ഓളം വരുന്ന വാഹനങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല. സെലക്ട് ചെയ്ത കുറച്ച് ലോ കിലോമീറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൈസ് കുറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പ്രൈസ് കുറഞ്ഞ ലോ കിലോമീറ്ററും പ്രൈസ് കൂടിയതും അല്ലെങ്കിൽ പ്രൈസ് കുറഞ്ഞതും ലോ കിലോമീറ്റർ ആയിട്ടുള്ള വാഹനങ്ങളാണ് നമ്മൾ കൂടുതലും പരിചയപ്പെടുത്തുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം നമ്മൾ ഒരു സെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഒരു ഒരു ചാനലാണ് ഇതെങ്കിൽ പോലും പക്ഷേ നമ്മളങ്ങനെ ഒരു കമ്മീഷൻ അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലോട്ട് നമ്മൾ ഇതുവരെ പോയിട്ടില്ല. നിങ്ങൾക്ക് വേണ്ട വാഹനങ്ങൾ നമ്മൾ ഇതിൽ പരിചയപ്പെടുത്തുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു വേദി ഒരുക്കി തന്ന പിനാക്കിൾ ജീപ്പിനെ നമ്മളൊരു താങ്ക്സ് പറയുകയാണ്. അപ്പോൾ നമ്മൾ പിനാക്കിൾ ജീപ്പിൻ്റെ മുട്ടം ഷോറൂമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സെലക്റ്റഡ് ഫോർ പ്രീ ഓൺഡ് ജീപ്പ് കോമ്പസിൻ്റെ ഒരു എക്സിബിഷനാണ് നമ്മളിന്ന് കവർ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഈ ഒരു മാസത്തെ കുറച്ച് ഒരു 3-4 എപ്പിസോഡ് ഓളം കാണും. കാരണം ഒരു 3-4 വാഹനങ്ങളുടെ ഒരു വെറിഡിയൻ അതുപോലെ തന്നെ ഒരു 3 ജീപ്പ് കോമ്പസ് അതൊക്കെയാണ് നമ്മളിന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രീ ഓൺഡ് സെലക്റ്റഡ് ഫോർ ജീപ്പ് കോമ്പസ് ആണ് നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജീപ്പ് കോമ്പസിൻ്റെ ഒരു ഫാൻസ് കുറേ ഉള്ളൊരു പേജാണ് നമ്മുടേത്. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് 2x4 സ്പോർട്ട് വേരിയൻറ്റ് ഡീസൽ മാനുവൽ ട്രാൻസ്മിഷനാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു ലോ കിലോമീറ്റർ നമുക്ക് ഇൻസൈഡ് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമുക്കറിയാം ഫേസ് ലിഫ്റ്റാണ് നമുക്ക് വരുന്നത്. 2021 മോഡലാണ്. സ്പോർട്ട് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫോഗ് ലാമ്പ് കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പം ഇത് നമ്മൾ ലാസ്റ്റ് ഒരു കസ്റ്റമർ സംസാരിച്ച് എല്ലാം റെഡി ആയിട്ട് നമുക്ക് ഫോഗ് ലാമ്പ് ഫിറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. ഫോഗ് ലാമ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫോഗ് ലാമ്പ് എന്ന് പറയുന്നത്. ഈ ഫോഗ് ലാമ്പ് നമുക്ക് ഒരു ലിമിറ്റഡ് ആ ഒരു റേഞ്ച് തൊട്ടേ നമുക്ക് ഫോഗ് ലാമ്പ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ ഒരു വാഹനം എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. തീർച്ചയായിട്ടും സ്പോർട്ടിൻ്റെ അകത്ത് നമുക്ക് ഫോഗ് ലാമ്പ് വരുന്നില്ല. ലോഞ്ചിറ്റ്യൂഡ് ലിമിറ്റഡ് ആ ഒരു റേഞ്ചിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഫോഗ് ലാമ്പ് വരുന്നുള്ളൂ. നമുക്ക് അഡീഷണൽ ഫിറ്റിംഗ് ആയിട്ട് നമുക്കത് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കിട്ടുന്നില്ല. അതൊരു നിർഭാഗ്യമാണ്. കാരണം ഒരു രീതിയിലുള്ള എക്സ്ട്രാ ഫിറ്റിംഗ് നമുക്ക് ജീപ്പ് കോമ്പസിന് നമുക്ക് അവൈലബിൾ അല്ല. ഈവൻ നമ്മൾ പോലീസ് അല്ലെങ്കിൽ ആർമിക്ക് കൊടുക്കുമ്പോൾ പോലും ഇന്ന് നമുക്ക് ബീക്കൺ ലൈറ്റ് വെക്കാനുള്ള ഓപ്ഷൻ പോലും ഇല്ല. പിന്നെ അത് ഷോറൂമിൻ്റെയോ അല്ലെങ്കിൽ ഈ ബ്രാൻഡിൻ്റെ സ്പെഷ്യൽ സാങ്ഷൻ എടുത്തിട്ട് തന്നെയാണ് അത് ചെയ്യാറൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ കുറച്ച് കഥകളൊക്കെ ഉണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പിന്നീടുള്ള എപ്പിസോഡ്സിലൊക്കെ നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഓടിയൊരു വാഹനമാണ്. ഈ ടയറൊക്കെ നമുക്ക് കണ്ടറിയാൻ നമുക്ക് അത്യാവശ്യം ചേഞ്ച് ചെയ്യാറായിട്ടുണ്ട്. ഇതൊരു എന്താ പറയുക ഗ്രേ കളറാണ്. മിനിമൽ ഗ്രേ എന്ന് പറയുന്ന ഒരു കളറാണ് ഈ വന്നിരിക്കുന്നത്. അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ ഒരു പാറ്റേൺ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതൊരു സ്പോർട്ട് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് എല്ലാ ജീപ്പ് കോമ്പസും സെയിം ആണ്. പക്ഷേ ഇതിനകത്ത് ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. കാരണം ഇതിൻ്റെ അതിൽ നമുക്ക് റിക്വസ്റ്റ് ബട്ടൺ കാര്യങ്ങൾ വരുന്നില്ല. നമുക്ക് കീലെസ് എൻട്രി ഇല്ല. കീ നമ്മൾ ചാവിയിട്ട് തന്നെ തിരിക്കണം. പക്ഷേ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളൊരു കീ വരുന്നത് ജീപ്പ് കോമ്പസിൻ്റെ ഈ ഒരു കീ എൻട്രിയിൽ തന്നെയാണ്. അതായത് ഫ്ലിപ്പ് കീയിൽ തന്നെയാണ് ഏറ്റവും നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള കീ വരുന്നത്. ഈ ഒരു കീ സെറ്റാണ്. പിന്നെ നമുക്ക് ഇൻസൈഡ് വരുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 33,795 kilometers. It's a 2021 model sport variant diesel manual transmission, and the asking price for the same is it's a facelift model, and the asking price for the same is 19,50,000. 19.5 lakhന് ആസ്ക് ചെയ്യുന്നൊരു വാഹനമാണ്. പക്ഷേ ഇൻസൈഡ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ആൻഡ് ഇറ്റ്സ് ഹാവിങ് നമുക്കത് മുമ്പേ പറഞ്ഞതുപോലെ സ്പോർട്ടിൻ്റെ അകത്ത് ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയുകയാണെങ്കിൽ ലിമിറ്റഡിലും ഇതുപോലെ തന്നെയാണ് നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റ് കാര്യങ്ങൾ വരുന്നത്. ലിമിറ്റഡ് പ്ലസ് തൊട്ടാണ് നമുക്ക് ഇലക്ട്രിക് സീറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന കുറച്ച് വേരിയൻസ് ആണ് ലോഞ്ചിറ്റ്യൂഡ് പ്ലസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. അതിൽ ചിലതിൽ സൺറൂഫ് ഉണ്ട്, സെൻട്രൽ സൺറൂഫ് ഇല്ല. അപ്പോൾ നമ്മുടെ ഇന്ത്യക്കാരുടെ ടേസ്റ്റ് മാറുന്നതനുസരിച്ചാണ് ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. പിന്നെ ഇതിനൊരു 6 ഇഞ്ച് അടുത്ത് വരുന്ന ഒരു സ്ക്രീൻ കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്.
6-inch സ്ക്രീനാണ് വന്നേക്കുന്നത്. പിന്നെ ടച്ച് സ്ക്രീൻ തന്നെയാണ്. നമുക്ക് സൺറൂഫ് ഇതിൻ്റെ അകത്ത് ആബ്സെൻ്റ് ആണ്. സോ സൺറൂഫ്, there is no sunroof inside this sport variant, and it's a manual adjustable seats, and you will get a internally controllable ORBM, but it's not foldable. Internally not foldable, I think so. It's not foldable. Anyways, you will get a nice and fair dashboard you can see in this car. It's a fabric material, and in the Model S you will get a leather stitcher or leather type interior you can see in the Model S. And നമ്മൾ ഓൾറെഡി മോഡൽ എസും അതുപോലെ തന്നെ സ്പോർട്ട് വേരിയൻറ്റ് കമ്പയർ ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഓൾമോസ്റ്റ് എന്താ പറയുക, ഇത് നല്ലൊരു നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് ഈ ഒരു 19 lakh എന്ന് പറയുന്നത്. കാരണം നല്ല രീതിയിൽ ഇതൊരു പാർക്ക് ആൻഡ് സെയിൽ വാഹനമാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ഒരു പ്രൈസ് റേഞ്ച് നമ്മൾ ഇതിൽ വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത്ര റേറ്റ് നമുക്ക് വരുത്തില്ല. കാരണം പുതിയ ഷോറൂമിൽ നിന്ന് പുതിയൊരു വാഹനത്തിന് തന്നെ നമുക്ക് ഏകദേശം ഒരു 23 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഓൺ റോഡ് പ്രൈസ്, അല്ലാതെ എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 20 ലക്ഷം രൂപയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റ് കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ആ കസ്റ്റമറിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ അത്ര റേറ്റ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അതുകൊണ്ടുകൂടിയാണ് നമ്മൾ ഈ നമ്പർ പ്ലേറ്റ് ഒക്കെ കവർ ചെയ്തിട്ട്, അതായത് നമ്പർ പ്ലേറ്റ് ആ ഒരു കസ്റ്റമർ പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്പർ പ്ലേറ്റ് കാണിക്കാത്തത്. ബാക്കി എല്ലാ വീഡിയോസിലും ഞാൻ കഴിവതും നമ്പർ പ്ലേറ്റ് കാണിച്ചാൽ നമ്മൾ വീഡിയോസ് ചെയ്യാറുള്ളൂ. പക്ഷേ ജീപ്പിൻ്റെ വീഡിയോസൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഓബിയസ്ലി നമുക്ക് ആ കസ്റ്റമറിൻ്റെ ഒരു പ്രൈവസിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. പ്രത്യേകിച്ച് ഇത്രയും നല്ലൊരു ബ്രാൻഡ് ശരിക്കും പറഞ്ഞാൽ പണ്ട് കുറേയധികം നമ്മുടെ ഫിയറ്റിൻ്റെ ഒക്കെ വില പോയത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബ്രാൻഡ് ഹാൻഡിൽ ചെയ്ത ഷോറൂംസ് ഇത്തരത്തിലുള്ള മേളകളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരുന്നെങ്കിൽ അത്യാവശ്യം നല്ല റീസെയിൽ വാല്യൂ ഈ ഫിയറ്റിനൊക്കെ അത്യാവശ്യം കിട്ടേണ്ടതാണ്. പക്ഷേ നമുക്കത് ശരിക്കും അത് താന്നുപോയി. പക്ഷേ നമുക്കിത് സ്റ്റാൻഡേർഡ് ഡിപ്രീസിയേഷൻ കണക്ക് വെച്ചിട്ടാണ് ഇവിടുത്തെ വാഹനങ്ങളുടെ, അതായത് ജീപ്പ് കോമ്പസിൻ്റെ ഈ ഒരു മെഗാ മേളയിൽ വാഹനങ്ങളുടെ പ്രൈസിങ് ഇട്ടിരിക്കുന്നത് ആ ഒരു ഡിപ്രീസിയേഷൻ സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ്. ആ ഒരു പ്രൈസിൽ തന്നെ വാഹനങ്ങൾ സെല്ല് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പം പഴയ ജീപ്പ് ഓണേഴ്സിന് പുതിയതിലോട്ട് മാറുമ്പോഴത്തേക്ക് ആ പഴയ വാഹനത്തിന് അത്യാവശ്യം നല്ല റേറ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു പ്രീ ഓൺഡ് ഡിപ്രീസിയേഷൻ ബെനിഫിറ്റ്സ് യൂസ് ചെയ്യേണ്ട ഒരു കസ്റ്റമറിന് ആ പ്രീ ഓൺഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു മാന്യമായിട്ടുള്ള റേറ്റിൽ ആ വാഹനം പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വാഹന സെയിൽ ചെയ്യുന്ന അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഒരു ഡീലർഷിപ്പ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വാഹനം റീസെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ കൊടുക്കേണ്ടത് ഒരു ബേസിക് മര്യാദയാണ്. അത് പിനാക്കിൾ ജീപ്പ് അവരുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിനാക്കിൾ ജീപ്പിൻ്റെ ആ ഒരു ഇനിഷ്യേറ്റീവിനെ ഞാൻ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് എല്ലാ വീഡിയോസിലും. അപ്പോൾ അത് ഈ വീഡിയോസിൽ നമ്മൾ തുടരുകയാണ്. അപ്പോൾ എന്തായാലും ഏതൊരു ബ്രാൻഡും ഒരു ഡീലർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഒരു ഡീലർഷിപ്പ് ഒരു ബ്രാൻഡ് ഏറ്റെടുക്കുമ്പോൾ അതിനൊരു റീസെയിൽ വാല്യൂ ഉറപ്പുവരുത്തേണ്ടത് ആ ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഡീലർഷിപ്പിൻ്റെ ഉത്തരവാദിത്വം കൂടെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതും കൂടെ ഓഫർ ചെയ്യുന്ന വാഹന ഡീലർഷിപ്പുകളിൽ നിന്ന് നിങ്ങൾ വാഹനം സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുക. അത് ജീപ്പെന്ന് തന്നെയല്ല, ഏതൊരു വാഹനമാണെങ്കിൽ പോലും ആ ഒരു കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തുക. കാരണം പിന്നീട് നമുക്കതിൽ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് ഇനിയിപ്പം ചിലർ പറയുന്നു EVs ആണ് ഇനി ഫ്യൂച്ചർ എന്നൊക്കെ പറയുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പിനാക്കിൾ ജീപ്പിൻ്റെ ഷോറൂമിലാണ്. ഷോറൂമിൽ നമ്മളിപ്പോൾ പരിചയപ്പെട്ടത് സ്പോർട്ട് വേരിയൻറ്റ് ഫേസ് ലിഫ്റ്റ് ജീപ്പ് കോമ്പസ് ആണ്. അപ്പോൾ പ്രൈസ് കാര്യങ്ങളൊക്കെ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പിനാക്കിൾ ജീപ്പുമായിട്ട് ബന്ധപ്പെടുക. ഇതൊരു പിനാക്കിൾ ജീപ്പിൻ്റെ ഷോറൂമാണ്. നമ്മൾ എടുത്തെടുത്ത് പറയാൻ കാര്യം വെച്ചാൽ ധാരാളം പ്രിയോണ്ട് ജീപ്പ് കോമ്പസ് നമ്മളിവിടെ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വിചാരിക്കരുത് ഒരു പ്രിയോണ്ട് ഷോറൂമാണെന്ന്. ഇതൊരു പുതിയ ജീപ്പ് കോമ്പസിൻ്റെ ഷോറൂമാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൂടുതലും ഓരോ വാഹനങ്ങൾ എടുത്തെടുത്ത് പരിചയപ്പെട്ടത്. കഴിഞ്ഞ വീഡിയോസിലൊക്കെ കമൻറ്റ് ഉണ്ടായിരുന്നു, ഓരോ വാഹനങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ അതിൻ്റെ പെട്രോളാണോ ഡീസലാണോ എന്നുള്ളത് നമുക്ക് പറയാനുള്ള സമയം കിട്ടാറില്ല. അപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ തന്നെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് ഓരോന്നിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ആ ദിവസം കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു പാളിച്ച നേരത്തെ പറ്റിപ്പോയത്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് കിട്ടുന്നതനുസരിച്ച് ഓരോ വാഹനങ്ങളുടെ വീഡിയോസാണ് നമ്മളിന്ന് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക.